ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഓഫ് ഓട്ടോ ട്രാവലർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കരിസ്മ 6ൻ്റെ ചെറിയ 2 അപ്ഡേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റാണ്. ഒരു രക്ഷയില്ല, നൈറ്റ് റൈഡിന് തീരെ ലൈറ്റ് കുറവാണ്. പൊതുവേ കരിസ്മയ്ക്കൊക്കെ അങ്ങനെയാണ്, പണ്ടത്തെ ആ ഹെഡ്ലൈറ്റ് ഡൂമൊക്കെ ആയിട്ട് വളരെ ലൈറ്റ് കുറവാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എയർ ഫിൽറ്റർ ഞാൻ വണ്ടി റീസ്റ്റോർ ചെയ്തപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹെഡ്ലൈറ്റും എയർ ഫിൽറ്ററും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്യലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ കരിസ്മ 6ൻ്റെ വീഡിയോ കാണുന്നത് കൂടുതലും കരിസ്മ ലവേഴ്സാണ്. അപ്പോൾ അവർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ ഹെഡ്ലൈറ്റ് മാറ്റാനായിട്ട് ഫോണിക്സിൻ്റെ ബൾബാണ് വാങ്ങിച്ചിട്ടുണ്ട്. ഹാലജൻ ബൾബ് തന്നെയാണ്, നാച്ചുറൽ ലൈറ്റ് തന്നെയാണ്. ഇത് 40-45 വാട്ടിൻ്റെ ഉണ്ടോ, ഇച്ചിരി ഹൈബ്രൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വാട്ട്സ് കൂടിയ ബൾബാണിത്. ഇതിൻ്റെ വില ഏകദേശം 200 രൂപ MRP ഉണ്ട്. ഇത് 180 രൂപയാണ് വരുന്നത്. എല്ലാ മാർക്കറ്റിലും കിട്ടും, നമ്മുടെ നോർമൽ എല്ലാ ഷോപ്പിലും കിട്ടും. അപ്പോൾ ഇതിട്ട് നോക്കാം. നമുക്ക് വണ്ടിക്ക് ഹെഡ്ലൈറ്റിന് വെളിച്ചം ഇച്ചിരി കുറവായി, അതുകൊണ്ടാണ് കിടക്കുന്നത്. നോർമൽ വരുന്നത് തന്നെ 35 ബൾബ് തന്നെയാണ് കേട്ടോ. അത് മാറ്റിയിട്ട് നമുക്ക് ഇത് ഇട്ട് നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റണം. പുതിയ എയർ ഫിൽറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. 335 രൂപയാണ് വരുന്നത്. ഇപ്പോൾ ഇത് വണ്ടിയുമ്പോൾ കിടന്നിരിക്കുന്നത് പഴയത് തന്നെയാണ്, അത് മാറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് ഹാർഡൊക്കെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ പുതിയത് നമ്മൾ ഇപ്പോഴാണ് വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് രണ്ടൊന്ന് ഫിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ കുറച്ചൊക്കെ ഓടിയിട്ടുണ്ട്, കോൺസെപ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഹെഡ് ഫ്രണ്ടിലെ ഫെയറിങ് യൂണിറ്റ് മൊത്തം അഴിച്ചെടുക്കണം കേട്ടോ. അത് മൊത്തം അഴിച്ചിട്ട് കിട്ടും നമുക്ക് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഒരു താഴെ വെച്ചിട്ടുണ്ട് വണ്ടിയിൽ. ഇത് നമുക്ക് ബൾബും കാര്യങ്ങളും ഫിറ്റ് ചെയ്ത് നോക്കാം. കോൺസെപ്റ്റ് ടൈറ്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം, മിക്കവരും ടയർ സൈസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതിന് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ ഇടുമ്പോൾ ടയർ ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഫ്രണ്ടിലെ. ഇത് ജാക്കയുടെ ഒരു ബ്ലേസ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ജാക്കയുടെ ബ്ലേസ് എന്ന് പറഞ്ഞ മോഡലാണ്. 318 ട്യൂബ്ലെസ് ആണ്. അത്യാവശ്യം ഓഫ് റോഡിനൊക്കെ ഉപയോഗിക്കാം. ഇതാണ് ടയർ. ബാക്കി കിടക്കുന്നത് നമ്മുടെ സിയറ്റിൻ്റെ ഗ്രിപ്പ് എക്സലാണ്. 120/18 120/18. ഇത് ട്യൂബ്ലെസ് ആണ്. നമ്മുടെ എക്സ്പൾസിനും ഒക്കെ വരുന്ന ബാക്കിലും സെയിം ടയർ തന്നെ അതിൻ്റെ ട്യൂബ്ലെസ് ആണ്. നോക്കും, നമുക്ക് ബൾബ് ഊരിയെടുക്കാം. എന്തായാലും ഇതിന്ന് ക്ലിപ്പ് മാറ്റണം, ബൾബ് എടുക്കണം. ഇതാണ് പഴയ ബൾബ്. ഇതിന് 35 വരുന്നത്. 35 വാട്ട്സ്. നമ്മൾ വാങ്ങിച്ചത് 40-45 വാങ്ങിച്ചത് കേട്ടോ. ഇത് മോസ്രത്തിൻ്റെ ബൾബാണെന്ന് തോന്നുന്നു. അല്ല, ആലോണിക്സിൻ്റെ ബൾബാണ്. നമുക്കത് മാറ്റുന്നതിന് നമുക്ക് രണ്ടും ഒരുമിച്ച് കത്തിച്ച് നോക്കാം, എന്താ വ്യത്യാസം നോക്കി നോക്കാം. കത്തിച്ച് നോക്കാം സംഭവം. അപ്പോൾ നമ്മുടെ പുതിയ ബൾബ് ഫോണിക്സിൻ്റെയാണ്, പഴയ ബൾബ് ഹാലോണിക്സിൻ്റെയാണ്. 35 വാട്ട്. ഇത് 40-45 വാട്ട് നമ്മളിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ടും ഒരുമിച്ച് ഇത് വയറോടുത്ത് കണക്ഷൻ കൊടുത്ത് കത്തിച്ച് നോക്കാം, ഏതിൻ്റെ ബ്രൈറ്റ് നോക്കാം. എന്നിട്ട് അപ്പോൾ നമ്മുടെ പുതിയ ബൾബും പഴയ ബൾബും പാരലായിട്ട് കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ഒറ്റ കണക്ഷൻ തന്നെയാണ്, രണ്ടിനും കൊടുത്താണ്. നമുക്ക് കത്തിച്ച് നോക്കാം. വണ്ടിയിൽ നിന്ന് കണക്ഷൻ കൊടുക്കുന്നത്. നമുക്ക് ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ബ്രൈറ്റ് നോക്കാം കേട്ടോ. ഈ ബ്ലൂ കാണുന്നതാണ് പുതിയ ബൾബ്, 40 വാട്ട്സിൻ്റെ. ഇത് 35 വാട്ട്സിൻ്റെ. ഇത് പുതിയ ബൾബ്, കുറച്ച് ബ്രൈറ്റ് വ്യത്യാസമുണ്ട്. നല്ല കളറാണ്. മറ്റേത് ഇത് പഴയ ബൾബാണ്. ബ്രൈറ്റും ഡിമ്മും ഓൺ ചെയ്ത് ഇപ്പോൾ ബ്രൈറ്റിൽ കിടക്കുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഡിമ്മിലാണ്. ഇതാണ് ബ്രൈറ്റ്. പുതിയ ബൾബിന് വ്യത്യാസമുണ്ട് കേട്ടോ. ലൈറ്റ് വ്യത്യാസം തോന്നുന്നുണ്ട്. ഡിമ്മ്, ബ്രൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് ബൾബ് ഫിറ്റ് ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ വണ്ടിയുടെ കോൺസെപ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടൈറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് ടൈറ്റ് ചെയ്യണം. ഈ നെറ്റ് അഴിക്കണം. നമുക്കിവിടെ സ്പാൻഡർ വെച്ച് അഴിക്കുമ്പോൾ പോറാണ്ട് ചെയ്യാൻ വേണ്ടി തുണി ഇട്ട് കൊടുക്കാം. ലൂസായിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ അതിൻ്റെ ടൈറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ട്. അതിന് അടിച്ച് ചിറ്റ് വെച്ചിട്ട് അടിച്ച് ടൈറ്റ് ചെയ്യാം. ഒടിക്ക് ടൈറ്റ് ചെയ്താൽ മതി, ഇത്രയും പ്രശ്നം ഉണ്ടായുള്ളൂ. നമ്മൾ കോൺസെപ്റ്റൊക്കെ ടൈറ്റ് ചെയ്ത് കണ്ടീഷൻ ആയിട്ടുണ്ട്. അതൊന്ന് ചെറിയ റൈഡിന് 2 ഓഫ് റോഡൊക്കെ ജമ്പൊക്കെ ചാടിച്ച് ഇപ്പോൾ ലൂസായി ചേർന്നാണ് അത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത നമുക്ക് നമ്മുടെ എയർ ഫിൽറ്റർ വണ്ടിയുടെ ഇപ്പോൾ എയർ ഫിൽറ്ററിന് ഫിറ്റ് ചെയ്യാം. ഈ ഫുൾ സൈസിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അത് അഴിച്ച് കാണിച്ചാൽ അതിൻ്റെ അവസ്ഥ എന്താണ് സംഭവം. ഇവിടുത്തെ 1 2 3 4 5 6 സ്ക്രൂ അഴിച്ച സംഭവം കൂടി പോരും. എയർ ഫിൽറ്ററൊക്കെ ആകെ ഷോക്കായിട്ടിരിക്കണം. കണ്ടോ, ആകെ കംപ്ലൈൻ്റ് ആയത്, ഡ്രൈ ആയിപ്പോയി, ആകെ പൊടി പിടിച്ചിരിക്കുന്നത്. നമുക്കത് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ എയർ ഫിൽറ്റർ വരുന്നത് ഇങ്ങനെ ഈ ഫുൾ സെറ്റപ്പോടെയാണ്. ഇങ്ങനെ ഫുൾ സെറ്റാണ് വരുന്നത്. സാധാരണ എക്സ്ട്രീമിൻ്റെ അല്ലെങ്കിൽ വേറെ വണ്ടിയുടെയൊക്കെ ഈ ഒരു യൂണിറ്റ് ഈ ഒരു സംഭവം മാത്രമായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറവാണ്. സാറ് 150 രൂപ താഴെ വരുള്ളൂ. ഇത് ഈ ഫുൾ യൂണിറ്റ് ആയതുകൊണ്ട് കണ്ടോ അതിൻ്റെ വില 335 രൂപയാണ് MRP കിടക്കുന്നത്. അപ്പോൾ എനിക്കിത് മാറ്റിയിട്ട് ഇത് കയറ്റാം, ഇത് പൊട്ടിക്കാം. പുതിയ എയർ ഫിൽറ്ററാണ്, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇതാണ് ചുമ്മാ എടുത്ത് വെച്ചാൽ മതി. ഇതിൻ്റെ ഉള്ളൊക്കെ നീറ്റാണ്. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാം. സിമ്പിൾ പരിപാടിയാണ്, ജസ്റ്റ് കയറ്റി വെച്ചാൽ മതി. അതിൻ്റെ കവറോടെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് മാറ്റി എയർ ഫിൽറ്ററും ഫിറ്റ് ചെയ്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എയർ ഫിൽറ്ററൊക്കെ ഫിറ്റ് ചെയ്തല്ലേ. സ്റ്റാർട്ടിങ് ഒക്കെ ഓക്കെയാണ്. നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ നമുക്കിപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ കേസ് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ പവർ അറിയാൻ വേണ്ടി നൈറ്റ് റൈഡ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്കിനി നൈറ്റ് റൈഡ് ഒന്ന് പോയി നോക്കാം. നൈറ്റ് ആവട്ടെ, ഇപ്പോൾ സമയം ഏതാണ്ട് 4 മണിയായിട്ടുള്ളൂ. അപ്പോൾ രാത്രിയാകുമ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് നൈറ്റ് റൈഡ് ഓടിച്ചു പോകുന്നതാണ്. അപ്പോൾ അറിയാൻ പറ്റും ലൈറ്റൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഗേസ് അപ്പോൾ നൈറ്റ് ആയിട്ട് നമുക്ക് വണ്ടിയുടെ ലൈറ്റൊക്കെ നോക്കാൻ വേണ്ടി നൈറ്റ് റൈഡ് ഒന്ന് പോയി നോക്കാം. ജസ്റ്റ് ഒന്ന് റോട്ടിൽ കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം, ലൈറ്റൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് റോട്ടിൽ കൂടെ ഓടിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ലൈറ്റിങ്ങൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ഇങ്ങനെ നോക്കി അറിയാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് നോക്കാം. ഡിമ്മ് ബ്രൈറ്റ് ക്യാമറയിൽ എത്രത്തോളം കാണാൻ വരുന്ന അറിയില്ല, എങ്കിലും നമുക്ക് നൈറ്റ് പോയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം എങ്ങനെയുണ്ടെന്ന്. റോഡിലോട്ട് ഇറക്കിയിട്ട് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാം. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. മൊത്തം സ്ട്രീറ്റ് ലൈറ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് ലൈറ്റ് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. ഇവിടെ കുറച്ച് ഇരുട്ടുണ്ട്. ഇവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. വ്യത്യാസമുണ്ട് എന്തായാലും. ഇവിടെ അത്യാവശ്യം ഇരുട്ടുണ്ട്, നല്ല വിസിബിലിറ്റി ഉണ്ട്. പഴയ വ്യത്യാസമുണ്ട്. ബ്രൈറ്റൊക്കെ അടിപൊളിയാണ്. ഡിമ്മ് ബ്രൈറ്റ്, ഡിമ്മ് ബ്രൈറ്റ്, ഡിമ്മ് ബ്രൈറ്റ്. ഡിമ്മാണ്, ബ്രൈറ്റാണ്. പാസ് കുഴപ്പമില്ല കേസ്, അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്.
ക്യാമറയിൽ കൂടെ എങ്ങനെ കാണുന്നെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. കുഴപ്പമില്ല, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ കേസ് ലൈറ്റ് കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അത്യാവശ്യമല്ല, നല്ല രീതിയിലുള്ള വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. ലൈറ്റിങ് അടിപൊളിയാണ്. അപ്പോൾ കേസ് 180 രൂപയ്ക്ക് ഈ സാധനം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പേരൊന്നും ആയിട്ടില്ല, വെറും 180 രൂപ. ആലയം ബൾബ് ആയതുകൊണ്ടാണ് ഈ വിലയ്ക്ക് നമുക്ക് കിട്ടണത്. LED ഒക്കെ ആണെങ്കിൽ നല്ല വില വരും. അപ്പോൾ നമ്മുടെ ലൈറ്റ് കൊള്ളാം, എനിക്ക് എന്തായാലും തൃപ്തികരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലൈറ്റൊക്കെ പെർഫെക്റ്റ് ആണ്, നല്ല രീതിയിൽ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ LED നമ്മൾ ഉപയോഗിക്കാതെ എന്താ വെച്ചാൽ LED വൈറ്റ് കളർ ചിലപ്പോൾ മഴയത്ത് ഇതുപോലെ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഫോഗൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, റോഡും ഇതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഹാലജൻ ബൾബിൻ്റെ യെല്ലോയിഷ് ഉള്ളത് നാച്ചുറൽ ഡേ ലൈറ്റ് വാങ്ങിച്ചത്. അപ്പോൾ അത് ഇട്ടിട്ട് നല്ല പെർഫെക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ LED പറ്റി വ്യക്തമായിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ LED ലൈറ്റ് മാനുഫാക്ചർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ LED കറക്റ്റ് കളറും കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ LED വാങ്ങിക്കേണ്ട എന്നല്ല പറഞ്ഞത്, അത് അവരവരുടെ ഇഷ്ടമാണ്. പക്ഷെ നമുക്കിതുപോലെ മഴയൊക്കെ പെയ്താലും അതുപോലെ ഫോഗിയായിട്ടുള്ള അന്തരീക്ഷത്തിലൊക്കെ അല്ലെങ്കിൽ ഫോഗിയായിട്ടുള്ള ഒരു ക്ലൈമറ്റിലൊന്നും നമുക്ക് LED വൈറ്റ് കളറാണ് കേട്ടോ. വൈറ്റ് കളർ മര്യാദയ്ക്ക് റോഡൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ റോഡൊക്കെ ക്ലിയർ ആവണമെങ്കിൽ LED തന്നെ ഇതുപോലെ തന്നെ 4500 5500 കെയുടെ നാച്ചുറൽ ഡേ ലൈറ്റ് LED വാങ്ങിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ വൈറ്റ് LED കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ലൈറ്റ് മാറില്ലാതെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം, എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട്, ഒന്നല്ലെങ്കിൽ റൈഡ് വീഡിയോ അല്ലെങ്കിൽ അടുത്തൊരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് കരിസ്മയുടെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരെ ബൈ ബൈ.